കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ചത് ഈ ഒരു വീട്ടിലാണ് ട്ടോ. അങ്ങനെ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങണേണ് നേരെ ഹഫ്ലോങ്ങിലേക്കാണ് പോണേട്ടാ. റൂട്ടൊക്കെ അടിപൊളിയാണ്, കാഴ്ചകളൊക്കെ നോക്കിയാൽ ഫുള്ള് കോടയാണ് ട്ടാ. പോണ വഴിക്ക് ഇതേപോലെ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ടോളാണ്. അതിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ നോക്കിയാൽ ഫുള്ള് തേയില കൃഷിയാണ് ട്ടാ. അതുപോലെ ഇവിടെയുള്ള ആൾക്കാർ രാവിലെ പണിക്ക് പോണ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ചെറുകിട കടകളൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊന്നും തുറന്നിട്ടില്ല ട്ടാ. ചിലതൊക്കെ തുറന്ന് വന്നിട്ടുണ്ട്, കാരണം ഇപ്പോൾ 9 മണി ആയിട്ടില്ല ട്ടാ. പിന്നെ അതുപോലെ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഹഫ്ലോങ്ങിൽ നിന്ന് ഗുവാഹട്ടിയിലേക്ക് പോണ റൂട്ടാണ്. ഈ റൂട്ടിലാണ് വലിയ വലിയ ട്രക്കുകൾ ലോഡും കൊണ്ട് പോണേട്ടാ. ഭയങ്കര പണിയാണ്, നല്ല കയറ്റവും ഇറക്കൊണ്ടിട്ടാ. അപ്പോഴാണ് കുറച്ച് പിള്ളേരെ കണ്ടേട്ടാ. അവർ നമ്മളെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കണേണ്. ഈ ഒരു വലിയൊരു കയറ്റമാണ് നമ്മൾ കയറി വന്നിട്ട്, നല്ല കയറ്റമുണ്ട്, നല്ല വെയിലുണ്ടേട്ടാ. നല്ല രീതിയിൽ ടയർഡായി. അപ്പോഴാണ് ഒരു ചെറിയൊരു ഇറക്കം കിട്ടിയേട്ടാ. റൂട്ടൊക്കെ കൊള്ളാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു വാട്ടർഫാൾ കിട്ടി. അവിടെ ഇറങ്ങി കുളിച്ച് ഫ്രഷായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ ഒരു പുള്ളീനെ കണ്ടുകിട്ടിയേട്ടാ. പുള്ളി ഇവിടുത്തുകാരനാണ്, ആളൊരു കാസിയാണ് ട്ടാ. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടേട്ടാ. ഇവിടെയുള്ള ആൾക്കാർ ഈ കല്ലെല്ലാം കൊണ്ടുപോകുന്നത് നേരെ പൊടിച്ച് വിൽക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിനും ബാക്കി കാര്യങ്ങൾക്കും ഈ ഒരു കല്ലാണ് യൂസ് ചെയ്യണത്. ഈ കാണുന്ന പൈപ്പുകളില്ലേ, ഇതെല്ലാം മലയിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ കണക്ട് ചെയ്യണ പൈപ്പാണ് ട്ടോ. ഓരോ സ്ഥലങ്ങളിലും ഇതേപോലെ വാട്ടർ പോയിന്റുകളുണ്ട്. വീടുകളിലേക്കൊക്കെ ചെല്ലണത് ഈ ഒരു വെള്ളം ട്ടാ. അതുപോലെ തന്നെ കുറേ ആൾക്കാർ നമ്മൾ വീണ്ടും കണ്ടുപിട്ടി. ഇവരിവിടെ ചൂണ്ടയിടാൻ പോയിട്ട് വന്നാട്ടാ. മീനൊന്നും കിട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും നല്ല രീതി ഇരുട്ടി തുടങ്ങിയിട്ടാ. ഇത് ഏകദേശം 5 കാലമായപ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നേട്ടാ.